Today, going to talk about healthcare systems around the world. വേൾഡിലുള്ള ഹെൽത്ത് കെയർ സിസ്റ്റംസ് ഓരോ കൺട്രിയിലും ഫോളോ ചെയ്യുന്ന ഹെൽത്ത് കെയർ സിസ്റ്റംസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Typically, it is believed that modern countries of the world are developed in all areas, including healthcare, and that poor health is affliction of poor underdeveloped countries. അതായത് ഡെവലപ്ഡ് കൺട്രീസ് ആണെങ്കിൽ അതേപോലെ തന്നെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസും ഡെവലപ്ഡ് ആണ്. അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ഒക്കെ ആണെങ്കിൽ അവിടുത്തെ പുവർ ഹെൽത്താണ് മെയിനായിട്ട് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഫേമസ് ആയിട്ടുള്ള കൺട്രികളിൽ എങ്ങനെയാണ് അവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റം ഫോളോ ചെയ്യുന്നതെന്നാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക. ഹെൽത്ത് കെയർ ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക ഈസ് കോംപ്ലക്സ് മിക്സർ ഓഫ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കെയർ. അവിടെ പബ്ലിക് കെയറും ഉണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് കെയറും ഉണ്ട്. ദ ഗവൺമെൻറ് റൺസ് മിലിറ്ററി ആൻഡ് വെറ്ററൻ ഹെൽത്ത് കെയർ സിസ്റ്റംസ്. മിലിറ്ററി സിസ്റ്റംസും നോർമലായിട്ടുള്ള ഹെൽത്ത് കെയർ സിസ്റ്റംസും ഫോളോ ചെയ്യുന്നുണ്ട്. ഇൻ ഇന്ത്യൻ ഹെൽത്ത് സർവീസ് ആൻഡ് സെവറൽ പ്രോഗ്രാംസ് ഓഫ് വൾനറബിൾ പോപ്പുലേഷൻ. ഇന്ത്യയിലെ ഹെൽത്ത് കെയർ സിസ്റ്റം പറഞ്ഞാൽ കുറച്ചും കൂടി പോപ്പുലേഷൻ കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് അവർ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാനായിട്ട് പറ്റില്ല. ദ സ്റ്റേറ്റ് ചിൽഡ്രൻ ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാം കവേഴ്സ് പുവർ ചിൽഡ്രൻ ഹു ഡു നോട്ട് മീറ്റ് മെഡിക്കെയ്ഡ് ക്വാളിഫിക്കേഷൻസ്. അതായത് അവർ പുവർ ചിൽഡ്രൻസിന് വേണ്ടിയിട്ട് ചിൽഡ്രനായിട്ടുള്ള മെഡിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് ഫണ്ടഡ് ഹെൽത്ത് കെയർ സെൻറ്റേഴ്സ് ഫോർ അൺറിസർവ്ഡ് പോപ്പുലേഷൻസ്. അൺറിസർവ്ഡ് ആയിട്ടുള്ള പോപ്പുലേഷൻസിന് വേണ്ടിയിട്ട് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹെൽത്ത് കെയർ ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എക്സ്റ്റെൻറ്റീവ് ഇൻ ഓൾസോ കോസ്റ്റ്ലി. അവിടെ മെയിനായിട്ട് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ്ലി ആണ്. ഇൻ 2008 ദ മണി സ്പെൻഡ് ഓൺ ഹെൽത്ത് കെയർ എമൗണ്ടഡ് ടു 16% GDP. GDPയുടെ 16% അവർ ഹെൽത്ത് കെയറിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. OECD എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റിൽ വരുന്ന ആവറേജ് ഈസ് ഓൺലി 9% മാത്രമാണ്. അതായത് അതിൻ്റെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ കോപ്പറേഷനൊക്കെ നോക്കുമ്പോൾ കൺസിഡർ ചെയ്യുമ്പോൾ 9% മാത്രമാണ് അവിടുത്തെ ഡെവലപ്മെൻ്റ് ഉള്ളൂ. ദ എമൗണ്ട് ഓഫ് ടെക്നോളജി ഡെവലപ്ഡ് യൂസ്ഡ് ഇൻ ഹെൽത്ത് കെയർ. ടെക്നോളജി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ടെക്നോളജി ഈസ് എ പാർട്ട് ഓഫ് ഹെൽത്ത് കെയർ ബിക്കോസ് ഇറ്റ് ഇംപ്രൂവ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് പേഷ്യൻ്റ് ഔട്ട്കംസ്. ഇത് ഇംപ്രൂവ് ട്രീറ്റ്മെൻറ്റിനുള്ള പേഷ്യൻ്റ് ഔട്ട്കമൊക്കെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അവിടെ കുറച്ചും കൂടി ടെക്നോളജി ഇംപ്രൂവ്ഡ് ആണ്. ഹോസ്പിറ്റൽസ് ആർ പ്രൈമറി കെയർ ഫെസിലിറ്റി ഷുഡ് ഓൾസോ യൂസ്ഡ് സ്ട്രിക്റ്റ് പ്രോട്ടോകോൾസ് ഫോർ എക്സ്പെൻസീവ് ടെസ്റ്റസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അവിടെ എക്സ്പെൻസീവ് ടെസ്റ്റസും പ്രൊസീജിയേഴ്സിനും സ്ട്രിക്റ്റ് പ്രോട്ടോകോൾസാണ് ഫോളോ ചെയ്യുന്നത്. ടു ലോവർ ഹെൽത്ത് കെയർ കോസ്റ്റസ് ഫർദർ ദ ഗവൺമെൻറ് കുഡ് ഇംപ്ലിമെൻറ്റ് എ പ്രൈസ് റെഫറൻസ് സിസ്റ്റം ഫോർ ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് റെഫ്യൂസ് ടു പേ മോർ ദാൻ ആവറേജ് കോസ്റ്റ്. അവർ കമ്പാരിറ്റീവ്ലി കുറഞ്ഞ കോസ്റ്റിനാണ് മറ്റുള്ള ഫെസിലിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൾസോ ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്പെൻഡ്സ് എ ഗ്രേറ്റ് എമൗണ്ട് ഓൺ ഹെൽത്ത് കെയർ. എന്നിരുന്നാലും അവർ നല്ലൊരു ശതമാനം ഹെൽത്ത് കെയറിന് വേണ്ടി ചിലവഴിക്കുന്നുണ്ട്. ഫ്രീ കോസ്റ്റൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻ 2006 ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് 6.7 ഡെത്ത് പെർ 1000 ലൈഫ്സ്. അതായത് 1000 കുട്ടികൾ ജനിക്കുമ്പോൾ അതിൽ 6.7 മാത്രമാണ് ഡെത്ത് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ആവറേജ് നോക്കുകയാണെങ്കിൽ OECD എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ഓഫ് ഇക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻ്റ് ആണ്. അതിലൊരു 4.7% ആണ് ആവറേജ് എന്ന് പറയുന്നത്. Then to combat this problem, maternal and child care should be made mandatory through the insurance program. മെറ്റേണലും അതുപോലെ തന്നെ ചൈൽഡ് കെയർ പ്രോഗ്രാംസിനും വേണ്ടി ഇൻഷുറൻസ് പ്രോഗ്രാംസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അഫോർഡബിൾ കെയറും കാര്യങ്ങളൊക്കെ അവിടെ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇനി കാനഡയിലെ ഹെൽത്ത് കെയർ സിസ്റ്റം ഈസ് ബിൽഡ് അറൗണ്ട് മെഡിക്കെയർ. നാഷണൽ ഹെൽത്ത് ഇൻഷുറൻസ് സിസ്റ്റം വെച്ചിട്ടാണ് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഫെഡറൽ ആൻഡ് പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. 97% പോപ്പുലേഷനും അതിൽ 3% കവേർഡ് അണ്ടർ ദ ഗവൺമെൻറ് പ്രോഗ്രാംസ്. 97% ഇൻഷുറൻസ് പ്രോഗ്രാംസാണ്. 3% മാത്രമാണ് ഗവൺമെൻറ് നേരിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ പ്രൊവൈഡേഴ്സ് യൂട്ടിലൈസ്ഡ്. പബ്ലിക് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. കാനഡ ഇക്കണോമി ഫെൽ അണ്ടർ ദ സ്ട്രെസ് ഇൻ 90s. ഫെഡറൽ ഗവൺമെൻറ് കട്ട് ദ ഹെൽത്ത് കെയർ ബഡ്ജറ്റ് ഫോർ the federal government's financial contribution to health budget has been decreased. അതായത് 90s അത് അവിടേക്ക് ഒരു മാന്യം വന്നപ്പോൾ അവർ ഹെൽത്ത് കെയറിൽ ചിലവാക്കുന്നതൊക്കെയുടെ എമൗണ്ട് കുറവായിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും അവർ എക്സ്പെൻഡിച്ചേഴ്സ് നല്ലൊരു ശതമാനം അവർ GDPയുടെ ഒരു 10% ഹെൽത്ത് കെയറിന് വേണ്ടി അവർ ചിലവാക്കുന്നുണ്ട്. അവിടെ മെയിനായിട്ടുള്ള പ്രശ്നം ലോങ് വെയിറ്റിംഗ് ടൈംസ് ഫോർ ഹെൽത്ത് റിലേറ്റഡ് പ്രൊസീജിയേഴ്സ്. ഹെൽത്ത് റിലേറ്റഡ് പ്രൊസീജിയേഴ്സിന് അവിടെ ലോങ് വെയിറ്റിംഗ് ടൈമാണ് വേണ്ടി വരുന്നത്. ഫ്യൂച്ചർ ഡ്യൂ ടു ചേഞ്ച് ദ വർക്ക് ഫോഴ്സ് ദ പെർസെൻറ്റേജ് ഓഫ് ഫീമെയിൽ ഫിസിഷ്യൻസ് ഈസ് റൈസിങ്. ഫീമെയിൽ ഫിസിഷ്യൻസൊക്കെ വളരെ കുറവാണ്. അത് കൂടുമ്പോൾ അതിനനുസരിച്ച് അവർക്ക് എന്ത് കൂടും, ഇതുപോലെയുള്ള
ഫെസിലിറ്റീസ് കൂടും. അപ്പോൾ അവിടെ വെയിറ്റ് ലൈൻസ് ആണ്, വെയിറ്റ് ചെയ്തിട്ട് മാത്രമേ സർവീസ് നമുക്ക് കിട്ടുന്നുള്ളൂ. അതാണ് മെയിനായിട്ടുള്ള ഒരു പ്രോബ്ലമായിട്ട് പറയുന്നത്. ദെൻ കാനഡ കമ്പയർഡ് ടു 32.2 മില്യൺ പോപ്പുലേഷൻ ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. 32% മാത്രമേ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ പോപ്പുലേഷൻ കാനഡയിലുള്ളൂ. അവിടെ ഫെസിലിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിൽ ടൈം ലാഗ് വരുന്നു എന്നുള്ളതാണ് മെയിനായിട്ട് അവിടെ പറയുന്നത്. അതായത് അധികം ഫെസിലിറ്റീസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ടെക്നോളജിയൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഡോക്ടേഴ്സിൻ്റെ എണ്ണമൊക്കെ കുറവാണ്. യുണൈറ്റഡ് കിങ്ഡം, യു കെയിൽ ഹെൽത്ത് കെയർ ഇൻ യു കെ ഈസ് പ്രൊവൈഡഡ് ത്രൂ ദ മിക്സർ ഓഫ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ. പ്രൈവറ്റിലും പബ്ലിക് സെക്ടറിലും ആയിട്ട് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നാഷണൽ ഹെൽത്ത് സർവീസ് ഈസ് പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റം കവേഴ്സ് ഓൾ ലീഗൽ യു കെ സിറ്റിസൺസ്. എല്ലാവർക്കും യു കെ സിറ്റിസൺസിനും നാഷണൽ ഹെൽത്ത് സർവീസ് വഴി ഫ്രീ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എംപ്ലോയീസ് ആൻഡ് ട്രേഡ് യൂണിയൻസ് ഫ്രീക്വൻലി ഓഫർ പ്രൈവറ്റ് ഇൻഷുറൻസ്. എംപ്ലോയേഴ്സും അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻസും പ്രൈവറ്റ് ഓഫേഴ്സ് ചെയ്യുന്നുണ്ട്. അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് ഫ്രീ ആയിട്ടുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നാഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റം സർവീസ് വഴിയായിട്ട്. ഹെൽത്ത് കെയർ ഈസ് യുണൈറ്റഡ് കിങ്ഡം ഈസ് പ്രൊവൈഡ് ജനറൽ പ്രാക്ടീഷണേഴ്സ് അറ്റ് പ്രൈമറി ലെവൽ ആൻഡ് പേഷ്യൻസ് ആർ റെഫേർഡ് ടു സ്പെഷ്യലിസ്റ്റ് ഫോർ ഫർദർ കെയർ ഇഫ് നീഡ്. ജനറൽ പ്രാക്ടീഷണേഴ്സാണ് പ്രൈമറി ലെവലിൽ അവർ ചെക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നീഡ്സ് ഉണ്ടെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, സ്പെഷ്യലിസ്റ്റിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. സ്പെഷ്യലിസ്റ്റിനെ കോൺടാക്ട് ചെയ്യാൻ നമുക്ക്. അതുപോലെ തന്നെ നേഴ്സിംഗ് ഹോം ഫോർ ബെഡ് 1000 ആർ ബിലോ OECD ആവറേജ്. OECD ആവറേജ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്. അതിൻ്റെ ആവറേജ് വെച്ച് നോക്കുകയാണെങ്കിൽ അവർ നല്ലൊരു ശതമാനത്തിൽ കെയർ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ദ പേഴ്സണൽ നീഡ്സ് ടു ഇൻക്രീസ് ഡസ് ദ എമൗണ്ട് ഓഫ് ഈസ് എസെൻഷ്യൽ മെഡിക്കൽ ടെക്നോളജി CT ആൻഡ് MRI സ്കാന് അതൊക്കെ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് പ്രോബ്ലംസ് ഇൻവോൾവ് ഇൻക്രീസ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഓൺ ഹെൽത്ത് കെയർ. അതായത് അതിനൊക്കെ അവർ ഗവൺമെൻറ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് സ്കാൻ ചെയ്യാനായാലും MRI ചെയ്യാനൊക്കെ ആയിട്ട് ഒരു ഗവൺമെൻറ് തന്നെയാണ് അതിന് കൂടുതലായിട്ട് എക്സ്പെൻസ് ചിലവഴിക്കുന്നത്. ഫിനാൻഷ്യൽ സസ്റ്റൈനബിലിറ്റി ഉള്ള ഒരു കൺട്രിയാണ്. ഏജിങ് പോപ്പുലേഷൻ നീഡ് ഫോർ മോർ പേഴ്സണൽ ആൻഡ് നീഡ് ഫോർ ടെക്നോളജി ഫോർ ഓൾ ഫാക്ടേഴ്സ്. അത് ഏജിങ് പേഴ്സൺസ് കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് അവിടെ കുറച്ചും കൂടി ആവശ്യമായിട്ട് വരികയാണ്. ഇതുപോലെ തന്നെ നേഴ്സിംഗ് ഫാക്കൽറ്റി അങ്ങനത്തെ കാര്യങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത്. ഇനി അയർലൻഡ്. ദ മെജോറിറ്റി ഓഫ് ഹെൽത്ത് കെയർ ഫണ്ടിങ് ഇൻ അയർലൻഡ് ഇൻ പബ്ലിക് വിത്ത് മണി കംസ് ഫ്രം ടാക്സസ് ആൻഡ് അക്കൗണ്ട് 70% ഹെൽത്ത് കെയർ. ടാക്സിലൂടെയാണ് 70%